നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് വെള്ളം ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ വീട്ടിൽ എങ്ങനെ ധാരാളം ധനം ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാകും നമുക്കൊരുപാട് ധനാഭിവൃദ്ധി ഉണ്ടാകുവാൻ, സാമ്പത്തികമായി നമുക്കൊത്തിരി ഉയർച്ചയുണ്ടാകുവാൻ ആഗ്രഹിക്കാത്തതായി ആരും ഉണ്ടാകില്ല. സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ മാറി നമ്മളൊരു ബിസിനസ്സൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സൊക്കെ വിജയിക്കുവാനും, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ നമ്മുടെ കയ്യിൽ ധാരാളം ധനമൊക്കെ വരണമെന്നുണ്ടെങ്കിൽ വളരെ നിസ്സാരമായി നമുക്ക് സാധിക്കുന്ന ചില കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങൾ നമ്മുടെ വീടുകളിൽ, നമ്മുടെ പൂജാമുറിയിൽ നമ്മൾ വിളക്ക് കത്തിക്കുന്നതിനൊപ്പം നമ്മൾ ചെയ്താൽ സാമ്പത്തികമായി നമുക്കൊത്തിരി അഭിവൃദ്ധി ഉണ്ടാകും, നേട്ടമുണ്ടാകും, സമ്പത്തും സമൃദ്ധിയുമൊക്കെ ഉണ്ടാകും. എൻ്റെ മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഉപ്പ് ഉപയോഗിച്ച് ദിനവും രാവിലെ നമ്മുടെ ഫ്ലോറുകളൊക്കെ വൃത്തിയാക്കുകയാണ് എന്നുണ്ടെങ്കിൽ സാമ്പത്തികമായി അഭിവൃദ്ധി ഉണ്ടാകുമെന്ന്. അങ്ങനെ ഒരുപാട് പേർക്ക് അതിൽ നിന്നും ഒരു ഗുണം ഒക്കെ ലഭിച്ചിട്ടുണ്ട്. സാമ്പത്തികമായി അവർക്ക് ഒത്തിരി സൗഭാഗ്യങ്ങൾ വന്നു നിറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമുക്ക് വളരെ പെട്ടെന്നതും നമുക്കെന്തെങ്കിലും ബിസിനസ് ഉണ്ടെങ്കിൽ ബിസിനസ് വിജയിക്കുവാനും, നമ്മുടെ വീട്ടിൽ ധാരാളം പണം വന്നു നിറയുവാനും, ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമുക്കൊരു കർമ്മം ചെയ്താൽ എങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കും, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അതിനു മുമ്പ് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരി അമ്മയ്ക്ക് ചൊവ്വ വെള്ളി ദിനങ്ങളിൽ ശർക്കര പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. തീർച്ചയായും നിങ്ങൾക്ക് അതുകൊണ്ടൊരു അഭിവൃദ്ധി ഉണ്ടാകും, നേട്ടമുണ്ടാകും, സമ്പത്തും സമാധാനവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കും. നമുക്കറിയാം, നമ്മുടെ വെള്ളം, ഈ വെള്ളം നമുക്ക് സുലഭമായി കിട്ടുന്ന ഒന്നാണ്. ഏത് വീട്ടിലും അല്പം വെള്ളമുണ്ടാകും, ഒരു ഗ്ലാസ് ഉണ്ടാകും. ഈ ഗ്ലാസ് ഉപയോഗിച്ചും വെള്ളം ഉപയോഗിച്ചും നമുക്ക് എങ്ങനെ സമ്പന്നതയിലെത്താൻ സാധിക്കും, നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എങ്ങനെ മാറ്റിയെടുക്കുവാൻ സാധിക്കും. പണ്ട് കാലം മുതലേ നമ്മുടെ വീടുകളിൽ നിലവിളക്ക് കത്തിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ നിലവിളക്ക് കത്തിക്കാറുണ്ട്, നാമം ജപിക്കാറില്ല. മിക്ക വീടുകളിലെയും അവസ്ഥ അത് തന്നെയാണ്. അപ്പോൾ പണ്ടൊരു കിണ്ടിയിൽ വിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് നമ്മുടെ വീടുകളിൽ ജലം കൊണ്ടുവയ്ക്കാറുണ്ട്. ഇപ്പോഴും അത് ചെയ്യാറുണ്ട്. എന്നാൽ ചില വീടുകളിൽ ഇപ്പോൾ വെള്ളം പോയിട്ട് ഒരു വിളക്ക് പോലും കത്തിക്കാറില്ല എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. നമുക്ക് ഒരുപാട് പോസിറ്റീവ് എനർജി നമ്മുടെ വീടുകളിൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, നമുക്ക് ധാരാളം പണം നമ്മുടെ കയ്യിൽ വന്നു ചേരണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിൽ ഒത്തിരി പോസിറ്റീവ് എനർജിക്കുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വെള്ളം ഉപയോഗിച്ച് നമുക്ക് ധനത്തെ എങ്ങനെ ആകർഷിപ്പിക്കാം എന്നുള്ളത്. ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിലെ മുതിർന്നവർ ഇതൊരു പക്ഷേ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു അറിവായിരിക്കാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഇത് അറിഞ്ഞിട്ടുള്ള ഒരു അറിവായിരിക്കാം. എന്നിരുന്നാലും അറിയാത്ത സുഹൃത്തുക്കൾ ഇത് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കുക, അറിയുന്ന സുഹൃത്തുക്കൾ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നതാണ് അതിൻ്റെ ശരി. ഇത് എല്ലാവർക്കും അറിയാം, പച്ചമഞ്ഞളാണ്. ഏതൊരു താന്ത്രിക വിദ്യയിലും മഞ്ഞളിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. മഞ്ഞൾ ഉപയോഗിച്ച് ഒരാളെ നശിപ്പിക്കുവാനും കഴിയും, ഒരാളെ നന്നാക്കുവാനും കഴിയും, ഒരാളെ തന്നെ വശപ്പെടുത്തുവാനും സാധിക്കും. അത്രയേറെ അപാര ശക്തി ഈ മഞ്ഞളിനുണ്ട്, പ്രത്യേകിച്ച് പച്ചമഞ്ഞളിന്. പച്ചമഞ്ഞൾ ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു താന്ത്രിക വിദ്യ ചെയ്താൽ അത് വിജയത്തിൽ എത്തും, 100% ഉറപ്പാണ്. നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇപ്പോൾ നമ്മളുടെ പ്രശ്നം.
നമുക്ക് ഒരുപാട് സമ്പത്ത് വന്ന് നിറയണം. നമ്മുടെ വീടുകളിൽ ഒത്തിരി സമാധാനം വന്ന് നിറയണം. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കണം. എങ്കിൽ തീർച്ചയായും ഇത് നിങ്ങളുടെ വീടുകളിൽ ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും, നേട്ടമുണ്ടാകും, സമ്പത്തും സമാധാനവും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. പച്ചമഞ്ഞൾ ഒരു കഷ്ണം എടുക്കുക. ആദ്യം വേണ്ടുന്നത് ഒരു ഗ്ലാസ് എടുക്കുക. ചില്ല് ഗ്ലാസ് തന്നെ ആയിരിക്കണം. ചില്ല് ഗ്ലാസ് അല്ലാതെ മറ്റൊരു ഗ്ലാസ്സും ഉപയോഗിക്കരുത്. ഇത് സ്റ്റീൽ ഗ്ലാസ് ഉപയോഗിച്ചാൽ ശരിയാകില്ല. അതുപോലെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു പുതിയ ഗ്ലാസ് തന്നെ ഇതിന് വാങ്ങുന്നതായിരിക്കും നല്ലത്. അതും ഒരു കടയിൽ പോയി നല്ല ഒരു പുതിയ ഗ്ലാസ് ഇതിനു വേണ്ടി മാത്രം ഉപയോഗിക്കുക. അത് നേരത്തെ ഒരാൾക്ക് വെള്ളം കൊടുത്തതോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു അതിഥി വന്നിട്ട് അയാൾക്ക് ഉപയോഗിച്ച ഗ്ലാസ്സോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ച ഒരു ഗ്ലാസ്സോ ആകരുത്. പുതിയ ഒരു ഗ്ലാസ് വാങ്ങുക. അത് വാങ്ങിക്കുന്ന സമയത്ത് അതിന് ഒരിക്കലും നമ്മൾ കണക്ക് പറയാൻ പാടില്ല. ഒരു കടക്കാരൻ്റെ അടുക്കലോട്ട് ചെല്ലുമ്പോൾ ഇതിന് ഒരു 25 രൂപയാണ് ഈ ഗ്ലാസിൻ്റെ വിലയെങ്കിൽ 30 രൂപ കൊടുത്തേക്കുക. സന്തോഷത്തോടു കൂടി അതിന് വാങ്ങുക. വാങ്ങിയതിന് ശേഷം നമ്മൾ വെള്ളിയാഴ്ച ദിവസം രാവിലെ ആണ് വേണ്ടുന്നത്, വൈകുന്നേരമല്ല. വെള്ളിയാഴ്ച ദിവസം രാവിലെ നമ്മുടെ പൂജാമുറിയിൽ കയറിയതിന് ശേഷം ഈ ഒരു മഞ്ഞൾ ഇതുപോലെ വെള്ളത്തിലേക്കിടുക. വെള്ളത്തിൽ ഇട്ടതിന് ശേഷം നിങ്ങൾ വളരെ ഭയഭക്തി ബഹുമാനത്തോടുകൂടി നിങ്ങളുടെ ആഗ്രഹം ധനമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യവും ധനമാണ്. നിങ്ങളുടെ ജോലിയിലെ സ്ഥിരത, അതല്ലെങ്കിൽ ഭാഗ്യക്കുറി അടിക്കണം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് അല്പം ധനം നിങ്ങളുടെ കയ്യിൽ വന്നു ചേരണം. അതൊരു വസ്തു വിൽക്കുന്നതിലൂടെയാകാം, അതല്ലെങ്കിൽ ഒരു ചിട്ടി അടിക്കുന്നതിലൂടെയാകാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും തരേണ്ട പൈസയാകാം, കടം വാങ്ങിയിട്ട് തരാത്ത പണമാകാം, ഭാഗ്യക്കുറി അടിക്കുന്ന പണമാകാം, അതല്ലെങ്കിൽ വസ്തു വാങ്ങുവാനുള്ള പണമാകാം, അല്ലെങ്കിൽ ബന്ധുക്കളുടെ കയ്യിൽ നിന്ന് കിട്ടാനുള്ള പണമാകാം. എന്ത് പണമായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബിസിനസ് നടത്തുന്നു, ആ ബിസിനസ്സൊക്കെ ഡെവലപ്പാകണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് എന്നുണ്ടെങ്കിലും 5 മിനിറ്റ് ഇതേ കണക്കൊന്ന് പിടിക്കുക. പിടിക്കുന്ന സമയത്ത് ഇത്രമാത്രം പ്രാർത്ഥിക്കുക: ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ എന്ന് 31 തവണ പ്രാർത്ഥന നടത്തുക. തുടർച്ചയായി 31 തവണ, സാധിക്കുമെങ്കിൽ 101 തവണ പ്രാർത്ഥിക്കുക. അതിനുശേഷം ഈ വെള്ളം നമ്മുടെ പൂജാമുറിയിൽ തന്നെ ഇരിക്കട്ടെ. ഒരുപക്ഷെ പൂജാമുറി ഇല്ലാത്തവർ അല്ലെങ്കിൽ അന്യമതസ്ഥർ, അവർക്ക് ശുദ്ധമായ സ്ഥലത്ത് ഇത് വെക്കാം. ശുദ്ധമായ സ്ഥലത്ത് വച്ചതിന് ശേഷം എല്ലാ ദിവസവും ഇതിൽ നിന്നും ഇതുപോലെ അല്പം വെള്ളം ആ പൂജാമുറിയിലോ ആ സ്ഥലത്തോ ഒഴിക്കുക. തുടർച്ചയായി 7 ദിവസം ഇതുപോലെ ചെയ്യുക. എല്ലാ ദിവസവും രാവിലെ കുളിച്ച് ശുദ്ധിയായതിന് ശേഷം പ്രാർത്ഥനയോടുകൂടി എല്ലാ ദിവസവും ഇതുപോലെ വെള്ളം 3 പ്രാവശ്യം ഇങ്ങനെ തളിക്കുക. ഇങ്ങനെ കണ്ടിന്യൂസ് 7 ദിവസം ചെയ്യുക. 7ാമത്തെ ദിവസം നിങ്ങൾക്ക് ഫലം ലഭിച്ചിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നേടിയിരിക്കും. സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാകും. നേട്ടങ്ങളുടെ ഒരു പറുദീസ തന്നെ നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടും. ആഗ്രഹിച്ച പോലെ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം നേടിയിരിക്കും. അതിനുശേഷം ഈ വെള്ളം ഏതെങ്കിലും ഒരു ചെടിയുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത്രമാത്രം ചെയ്താൽ മതി. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും, നേട്ടമുണ്ടാകും, സമ്പത്തുണ്ടാകും, സമാധാനമുണ്ടാകും. ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാകും. എല്ലാ രീതിയിലും സൗഭാഗ്യം വന്നു നിറയും. ആഗ്രഹിച്ച കാര്യം ഉറപ്പായി നടന്നിരിക്കും. അതിനുശേഷം ഒരു ചെടിയുടെ ചുവട്ടിലാണ് ഒഴിക്കേണ്ടത്. ഇങ്ങനെ 3 ആഴ്ച തുടർച്ചയായി ചെയ്യുക. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുന്നതാണ്, സമ്പത്ത് ഉയരുന്നതാണ്, എല്ലാ രീതിയിലും അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ, നിങ്ങളിത് ചെയ്തു നോക്കി നിങ്ങൾക്ക് എന്തെങ്കിലും റിസൾട്ട് കിട്ടുന്നുണ്ട് എങ്കിൽ, എൻ്റെ പഴയ വീഡിയോകളിൽ നിങ്ങൾ ചെയ്തു നോക്കിയിട്ട് എന്തെങ്കിലും റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.